നമസ്കാരം പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഇന്നത്തെ ദിവസത്തിലേക്ക് ഈ പ്രഭാതത്തിലേക്ക് എങ്ങനെ സ്വാഗതം ചെയ്യണമെന്ന് അറിയാതെ കുഴങ്ങി നിൽക്കുകയാണ്. കാരണം എല്ലാവർക്കും അറിയാം, കേരളക്കര ഒന്നാകെ അർജുനെ വിട ചൊല്ലാൻ കണ്ണീർ പൂക്കളുമായി കാത്തു നിൽക്കുകയാണ്. അത്തരത്തിൽ വളരെ വികാര നിർഭരമായ ഒരു നിമിഷത്തിലൂടെയാണ്, മണിക്കൂറുകളിലൂടെയാണ് നമ്മൾ കടന്നു പോകേണ്ടിയിരിക്കുന്നത്. ശിരൂരിൽ മണ്ണിടിച്ചിലിൽ മരിച്ച കോഴിക്കോട് കണ്ണാടിക്കൽ സ്വദേശി നമ്മുടെ എല്ലാം പ്രിയപ്പെട്ട സഹോദരൻ അർജുന്റെ മൃതദേഹവും വഹിച്ചുകൊണ്ടുള്ള ആംബുലൻസ് ജന്മനാട്ടിലേക്ക് പുറപ്പെട്ടു കഴിഞ്ഞിരിക്കുകയാണ്. കേരള അതിർത്തി കടന്നിരിക്കുന്നു. ആംബുലൻസ് മാഹി കഴിഞ്ഞു എന്നുള്ളതാണ് ഏറ്റവും ഒടുവിലത്തെ വിവരം. വിലാപയാത്രയെ കോഴിക്കോട് വരെ കാർവാർ പോലീസും കാർവാർ MLA സതീഷ് കൃഷ്ണസെയിലും അനുഗമിക്കുന്നുണ്ട്. ഈശ്വർ മാൽപ്പയും വിലാപയാത്രയ്ക്ക് ഒപ്പമുണ്ട്. അർജുന്റെ ഫോണും വസ്ത്രങ്ങളും അടങ്ങുന്ന അവശേഷിപ്പുകൾ ആംബുലൻസിന് പിന്നാലെയുള്ള കാറിലാണ് കൊണ്ടുവരുന്നത്. വഴി നീളെ നാട്ടുകാരുടെ നേതൃത്വത്തിൽ ആദരമർപ്പിക്കുന്നുണ്ട്. മൃതദേഹം കോഴിക്കോട് കണ്ണാടിക്കലിലെ വീട്ടിലെത്തിക്കും. വിവരങ്ങളുമായി MS അനീഷ് കുമാർ വിലാപയാത്രയ്ക്കൊപ്പമുണ്ട്. ആദ്യം നമുക്ക് MS അനീഷ് കുമാറിലേക്ക് തന്നെ കടക്കാം. അനീഷ്, തുടക്കത്തിൽ സൂചിപ്പിച്ചതുപോലെ തന്നെ നമുക്കൊക്കെ ഈ വാർത്തയെ ഏത് തരത്തിൽ എങ്ങനെയൊക്കെ റിപ്പോർട്ട് ചെയ്യണം, അല്ലെങ്കിൽ ഇതേക്കുറിച്ച് പറയണമെന്ന് ആലോചിക്കാൻ കഴിയുന്നില്ല. കാരണം അത്തരത്തിൽ വളരെ വികാര നിർഭരമായ നിമിഷങ്ങളാണ്. 72 ദിവസത്തെ കേരളക്കരയുടെ കണ്ണാടിക്കലെ എന്ന ഗ്രാമത്തിന്റെ, ആ കുടുംബത്തിന്റെ ഒക്കെ കാത്തിരിപ്പാണ്. അർജുനെ കണ്ടെത്തണമെന്നുള്ള തോറ്റുകൊടുക്കാത്ത പരിശ്രമത്തിന്റെ അവസാനം പക്ഷേ നമുക്ക് നിരാശയായിരുന്നു. ഏറ്റവും ഒടുവിൽ ഇപ്പോൾ നമ്മൾ അർജുന് അർഹിക്കുന്ന തരത്തിലുള്ള അന്ത്യയാത്രയെങ്കിലും നൽകാൻ കഴിയണം എന്നുള്ള ആ ഒരു പരിശ്രമത്തിൽ ഇപ്പോൾ നാടൊന്നാകെ ഒറ്റക്കെട്ടായി നിൽക്കുകയാണ്. കർണാടകയും അതിനോടൊപ്പം ചേരുന്നു. കർണാടക സർക്കാർ പ്രതിനിധികളും MLAയും ഒക്കെ ഇപ്പോൾ ആ ഒരു ആംബുലൻസിനെ അനുഗമിക്കുന്ന വാഹന വ്യൂഹത്തിലുണ്ട് എന്നുള്ളത് നമുക്കറിയാം. കർണാടക പോലീസിന്റെ സാന്നിധ്യമുണ്ട്, കേരളത്തിൽ നിന്നുള്ള പോലീസിന്റെ സാന്നിധ്യമുണ്ട്. കേരളത്തിന്റെ അതിർത്തി കടന്നപ്പോൾ തന്നെ കേരള സർക്കാരിന്റെ ഔദ്യോഗിക പ്രതിനിധികൾ എല്ലാവരും ആ മൃതദേഹം ഏറ്റുവാങ്ങി. കേരള പോലീസും ആ ഒരു മൃതദേഹത്തെ ഏറ്റുവാങ്ങി. ഇപ്പോൾ കണ്ണാടിക്കലിലേക്ക് ആ യാത്ര തുടർന്നുകൊണ്ടിരിക്കുകയാണ്. എത്ര മണിക്കൂറിനുള്ളിൽ കണ്ണാടിക്കലിലേക്ക് എത്തും? ഇപ്പോൾ എവിടം പിന്നിട്ടിരിക്കുന്നു? ആര്യ, അങ്ങേറ്റം ദുഃഖകരമായ ഒരു യാത്രയുടെ ഒപ്പമാണിപ്പോൾ നമ്മളുള്ളത്. കാരണം നേരത്തെ പലവട്ടം അർജുൻ കടന്നുപോയ വഴികളാണിത്. നേരത്തെ ഈ അപകടത്തിൽ ഉണ്ടായ സമയത്ത് ശിരൂരിലേക്ക് പോകുമ്പോൾ ആ യാത്രയിലും അദ്ദേഹം കടന്നുപോയ വഴി ഇത് തന്നെയാണ്. എത്ര വട്ടം ഇതിലെ അദ്ദേഹം വീട്ടിലേക്ക് തൻ്റെ കുട്ടിക്ക് കളിപ്പാട്ടവുമായി മടങ്ങിയിട്ടുണ്ടാവും. പക്ഷേ ഇനിയുള്ള യാത്ര തിരിച്ചു വരാനാവാത്ത ഒരു യാത്രയിലേക്ക് തന്നെയാണ് അദ്ദേഹം പോയതും മടങ്ങി എത്തിയതും. എന്തായാലും ഒരു നാടിൻ്റെ എല്ലാ ആദരവും ഏറ്റുവാങ്ങിയാണ് ആ യുവാവ് തൻ്റെ അവസാന യാത്രയിലേക്ക് ഇപ്പോൾ പുറപ്പെട്ടിരിക്കുന്ന വീട്ടിലേക്ക് മടങ്ങിയെത്തുന്നത്. 72 ദിവസത്തിലധികമായി കാത്തിരിക്കുന്ന അമ്മയുടെയും അച്ഛൻ്റെയും സഹോദരങ്ങളുടെയും അയൽക്കാരുടെയും ബന്ധുക്കളുടെയും ഒക്കെ അടുത്തേക്ക് അദ്ദേഹം പോവുകയും ചെയ്യുന്നത്. ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ മൃതശരീരം വഹിച്ചുകൊണ്ടുള്ള ഈ ആംബുലൻസും അതോടൊപ്പമുള്ള വാഹനവ്യൂഹവും അഴിയൂർ പിന്നിട്ട്, മാഹി കഴിഞ്ഞ് അഴിയൂർ പിന്നിട്ട് ഏതാണ്ട് വടകരയ്ക്ക് അടുത്തുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യം, അതാണ് നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ കഴിയുന്നത്. നമുക്ക് മുന്നിൽ കാണുന്നത് ആ ഒരു കറുത്ത വാഹനം കർണാടക പോലീസിൻ്റെ വാഹനമാണ്. അതിൻ്റെ മുൻവശത്താണ് ഈ ആംബുലൻസ് ഉള്ളത്. ആംബുലൻസ് ഉള്ളിലാണ് അദ്ദേഹം ഉള്ളത്. നേരത്തെ ഈ അഴിയൂർ ഭാഗത്ത് വെച്ച് മന്ത്രി AK ശശീന്ദ്രൻ കേരളത്തിന് വേണ്ടി ഈ ഭൗതിക ശരീരം ഏറ്റുവാങ്ങിയിരുന്നു. കോഴിക്കോടിൻ്റെയും കണ്ണൂരിൻ്റെയും ഒരു അതിർത്തി പ്രദേശത്ത് വെച്ചാണ് മന്ത്രി അദ്ദേഹം ആ ഏറ്റുവാങ്ങലിന് നിന്നത്. എന്തായാലും ജനപ്രതിനിധികളടക്കമുള്ള ആളുകൾ, കർണാടകത്തിൽ നിന്നുള്ള MLA സതീഷ് സെയിലും ഒപ്പം മറ്റ് ആളുകൾ, ഈശ്വർ മാൽപ്പ അടക്കമുള്ള ആളുകളുമൊക്കെ ഈ യാത്രയിൽ പങ്കെടുക്കുന്നുണ്ട്. എന്തായാലും വളരെ വൈകാരികമായ ഒരു യാത്ര തന്നെയാണ്. കാരണം ഈ അർജുനെ വീണ്ടെടുക്കാൻ വേണ്ടിയുള്ള യജ്ഞത്തിൽ ഓരോ ദിവസങ്ങളായി പങ്കെടുത്ത ആളുകൾ, പല ഘട്ടങ്ങളിലായി ഇതിന് നേതൃത്വം നൽകിയ ആളുകൾ, ജീവനോടെ പുറത്തെത്തിക്കാൻ കഴിയുമെന്ന് പ്രതീക്ഷിച്ച ആളുകൾ പിന്നീട് പ്രതീക്ഷ കൈവിടുന്നു. ആഴങ്ങളിൽ കൈവിട്ട് പോകും എന്ന ഒരു കണക്കൂട്ടൽ വരുന്നു. പിന്നീട് തെരച്ചിൽ പൂർണ്ണ രീതിയിൽ മുന്നോട്ട് പോകാത്ത ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഈ പ്രതിസന്ധികൾ